ഈ ഇമ്മത് എന്താ വരാത്തത്? എത്ര ദിവസമായി പോയിട്ട്? അടുത്ത ആഴ്ചയല്ലേ ആദ്യന്റെ കല്യാണം. കല്യാണത്തിന് മുട്ടായെടുക്കലോ പെണ്ണ് കാണലോ ഒന്നുമില്ല. എന്നാലും എന്തെല്ലാം ഒരു ഇതുണ്ടാവും ഈ ഒരു പെരയില് പണി. ഇമ്മ വല്ലാത്തൊരു നിർത്താണ് പോയിട്ട് നിക്കണത്. നീ ഇങ്ങോട്ട് വരണിയാണാവോ? ഇക്കാണെങ്കിൽ മുണ്ടി പറയാൻ ഒരാളില്ലാഞ്ഞിട്ട്. ഇമ്മ, നിങ്ങളിന്റെ കണ്ണട കണ്ടിന്ന? കണ്ണാണെങ്കിൽ ചൊറിഞ്ഞിട്ട് ഞാൻ ആ ടേബിളും വെച്ചിന്ന് കാണായല്ല. എന്റെ കണ്ണട എവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് കാണാതായിട്ടുണ്ടെങ്കിൽ ഇമ്മ അതിന്റെ കണ്ണട കണ്ടോന്ന് വെച്ച് കണ്ടു വരും. ആദ്യത്തോടെ റൂമിലൊന്നും കാണാനില്ലല്ലോ. ആദ്യത്താനെ ആദ്യത്തെ പുറത്ത് തിരുമ്പിയത് ഉണക്കാൻ വേണ്ടി പോയതാണ്. കൊറേ നേരമായി. എന്നോടും പറഞ്ഞു ആദിനോടും പറഞ്ഞു. രണ്ടാൾ ഇത്രയും നേരമായിട്ട് ചെവി കൊണ്ടാ ഇല്ലല്ല. പറഞ്ഞിന്റെ തൊള്ളയിലെ വെള്ളം വറ്റാന്നല്ലാതെ ഞാൻ പറഞ്ഞു ഒരു പണി നിങ്ങൾ രണ്ടാളും കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ട് തിരുമ്പിയത് ഉണക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിക്കണ്. ഞാൻ പോയി നോക്കട്ടെ. അല്ല, അനക്കിപ്പോ എന്തിനാ ആദിനെ? നിങ്ങൾ രണ്ടാളും കൂടിയല്ലേ ഇത്രയും നേരം ആ റൂമിൽ ഇരുന്നുകൊണ്ട് ഫോണും കുത്തി കളിച്ചിരുന്നത്? അതിന്റെ ഫോണിലേ കൊറേ നേരമായിട്ടേ ഒരാൾ ഇങ്ങനെ വിളിക്കണ്. ആര്? ഇന്റെ ആൾ എന്താണ് ഈ പറയണത്? ഇമ്മാക്കൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നല്ലെങ്കിൽ തെളിച്ച് പറ. അതൊക്കെ ഉണ്ട് ഉമ്മ. ഞാൻ ആദ്യക്ക് ഈ ഫോൺ കൊണ്ടേ കൊടുത്തിട്ട് വരാം. എന്നിട്ട് പറഞ്ഞുതരാം ഉമ്മാക്ക് എന്താന്നുള്ളത്. ഇമ്മാക്കും അറിയാം. ഞാൻ പറഞ്ഞുതരണ്ടേ എന്താന്നുള്ളത്. എന്തൊക്കെ ഈ കുട്ടി പറയണ്? എന്തെങ്കിലും ആവട്ടെ. ആദി അന്റെ ഫോണ് കൊറേ നേരമായി ബെല്ലടിക്കണ്. ആരാണ്? അനക്ക് എടുത്തുകൂടായിരുന്ന ഫോണ്? അതും പിടിച്ച് ഇങ്ങോട്ട് വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഈ ഫോൺ ഉണ്ടല്ലോ, ഞാൻ എടുത്ത ശരിയാവില്ല. ഇത് അനക്കുള്ള ഫോണാണ്. അപ്പൊ ഈ എന്നെ എടുക്കണം. ഈ ഫോൺ കോളാണ് ഒരു പ്രാവശ്യം ഈ എടുക്കാതെ മാറ്റി വെച്ചതോ ഈ ഞാൻ തല്ലുണ്ടായതൊക്കെ. അതെന്താ അനക്കെടുത്താല്? ഇക്കിപ്പോ ആരെ പ്രത്യേകമായിട്ട് വിളിക്കാന്? കമ്പ്യൂട്ടർ ക്ലാസ്സിന് ഏതായാലും വിളിക്കൂല. ഞാൻ ഞങ്ങോട്ട് ചെല്ലൂലെന്ന് പറഞ്ഞതാണ്. അവിടുന്ന് പിന്നെ വിളിക്കൂല. പിന്നെ ഇപ്പൊ കാരെ വിളിക്കാന്? ഓ എന്റെ പൊട്ടത്തി താത്ത, ഇത് കമ്പ്യൂട്ടർ ക്ലാസ്സിനൊന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ ഒരു പ്രാവശ്യം വിളിക്കാൻ വേണ്ടി കണ്ട് ഫോൺ എടുത്തില്ലേ? എന്നിട്ട് ഈ വിളിച്ചില്ലല്ല. ആ ആളാണ്. അതിപ്പോ ആരാണാവുക? ഓ എന്റെ പൊട്ടത്തിയെ, എന്നെ കെട്ടാൻ പോണ ചെക്ക വേറെ ആരുമല്ല. അത്രക്കൊരു മന്ദപ്പ്. ഇന്ന് എന്റെ ഫോണ് കൊറേ നേരമായി ബെല്ലടിക്കണ്. ഈ കല്യാണത്തിനൊക്കെ സമ്മതിച്ചേ കല്യാണമൊക്കെ ഉറപ്പിച്ചതല്ലേ? മുട്ടാടുക്കലും പെണ്ണ് കാണലൊന്നും വേണ്ടാന്ന് അറിഞ്ഞാലെങ്കിലും അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിച്ചില്ലേ? അപ്പൊ ഒന്ന് സംസാരിക്കാച്ചിട്ട് വിളിച്ചതാവും. ഈ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്ക്. ഒരു 2-3 പ്രാവശ്യമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ഫോൺ എടുക്കാൻ പോയപ്പോ അതിന് കട്ടായി. ഇനി കുറവ് കാട്ടിയിട്ടേ വിളിച്ച് സംസാരിക്കാതിരിക്കണ്ട. സംസാരിച്ചു നോക്ക്. ഞാനേതാലേ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഈ സ്വർഗത്തിലെ കട്ടുമ്പോ ആവുന്നില്ല. ഇതിപ്പോ എന്തിനെന്ന് വിളിക്കണത്? അടുത്ത ആഴ്ച കല്യാണല്ലേ? അന്ന് സംസാരിച്ചാൻ പോരെ? ഇപ്പൊ അവക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചതന്നെ. ഇവിടെ എന്താ ഫോൺ എടുക്കാത്ത? ഞാനൊന്ന് മനസ്സിലായില്ലേ? ഒന്നുകൂടി വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, എന്നെ മനസ്സിലായോ? ഞാനാണ്, അഫ്സലാണ്. മനസ്സിലായി. ഞാൻ കുറേ വിളിച്ചു, ഫോൺ എടുത്തില്ല. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഫോൺ ബെല്ലടിച്ചത്. ഫോൺ അകത്തായിരുന്നു. ഞാൻ പുറത്താണ്. ഇപ്പം അനിയത്തി കൊണ്ടുവന്നതാണ് ഫോണ്. എൻ്റെ അനിയത്തിൻ്റെ പേരെന്താ?
പഠിക്കണ ആള്? അവ്വാന്നാണ്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. 2 മാസം കൂടി ഉണ്ട് ക്ലാസ്. താനെന്താടോ എന്നോട് പെണ്ണ് കാണാൻ വരണ്ടെന്ന് പറഞ്ഞ്? കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതിയോ തനിക്ക് എന്നെ? അത് പിന്നെ മതി വിൽക്കിയത് എൻ്റെ പെണ്ണെ. എന്താ പറഞ്ഞത്? മതി ഇങ്ങനെ കിടന്ന് വിൽക്കിയതെന്ന്. അല്ല, അത് കഴിഞ്ഞു പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് എന്ത് പറഞ്ഞു? ഓ, എൻ്റെ പെണ്ണേന്ന് പറഞ്ഞു. നീ എൻ്റെ പെണ്ണല്ലേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. പിന്നെ എൻ്റെ വിവാഹം ഒരു പ്രാവശ്യം കഴിഞ്ഞതാണ്. നിങ്ങളോട് മൂത്താപ്പ പറഞ്ഞിരുന്നില്ലേ? ആ, അതിനെന്താ കഴിഞ്ഞതാണെങ്കിൽ തന്നെക്കുറിച്ച് എനിക്കെല്ലാം അറിയാമോ. പക്ഷേ ഒരു കാര്യം ചോദിച്ചു. അതെന്താണ്? ഇവിടെ വന്നിട്ട് മൂത്താപ്പ പറഞ്ഞല്ലേ ഞങ്ങളോട് ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിരിക്കണെന്നുള്ളത്. പിന്നെന്താണ്? താൻ തൻ്റെ മൂത്താപ്പാൻ്റെ കാര്യം വിടടോ. എനിക്കറിയില്ല എന്ന് പറഞ്ഞ കാര്യം. തൻ്റെ പേരാടോ? എന്താ തൻ്റെ പേര്? ഓ, അതാണോ? ആദിലാന്നാണ്. തന്നെ ഞാൻ ആദ്യം വിളിക്കാം. ആദ്യം എന്നോടൊന്നും ചോദിക്കാനില്ലേ? ഞാൻ ഇപ്പം എന്ത് പറയാനാണ്? നിങ്ങളിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നത്. നിങ്ങളെ തീരെ വിവാഹം കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ എൻ്റെത് അങ്ങനെയല്ല. ആദി, എനിക്കൊരു പേരുണ്ട്, അഫ്സൽ. അല്ലാതെ നിങ്ങളെന്നല്ല. പിന്നെ തൻ്റെ എല്ലാ കാര്യവും എനിക്കറിയാടോ. തൻ്റെ വിവാഹം ഒരു വട്ടം കഴിഞ്ഞതാണെന്ന് വെച്ച് എനിക്കതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ തന്നെ. പിന്നെ മൂത്താപ്പ പറഞ്ഞു ഇന്നെ എവിടുന്ന് കണ്ടിരുന്നു എന്നുള്ളത്. എവിടുന്ന് നിങ്ങൾ കണ്ടത്? അതൊക്കെ നേരിട്ട് പറയാടോ. എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഞാനന്ന്. എന്തിന്? കല്യാണല്ലേ അടുത്ത ആഴ്ച? കല്യാണം അടുത്ത ആഴ്ചയാണ്. പക്ഷെ അതിൻ്റെ മുമ്പ് പെണ്ണ് കാണൽ, മുട്ടായി കൊടുക്കൽ, അങ്ങനെയൊക്കെ ചടങ്ങില്ല പെണ്ണെ. അതൊക്കെ നടത്തണ്ടേ? വേണ്ട, അതൊന്നും വേണ്ട. ഇക്ക് കല്യാണത്തിന് സമ്മതാന്ന് പറഞ്ഞില്ലേ. പിന്നെന്തിനപ്പോ ഈ മുട്ടായി കൊടുക്കലും പെണ്ണ് കാണലൊക്കെ? അതൊന്നും വേണ്ടാന്ന് വെച്ചതല്ലേ. തനിക്ക് വേണമെങ്കിൽ എനിക്ക് വേണം. എനിക്കെൻ്റെ പെണ്ണിനോട് കുറച്ച് നേരം നേരിട്ട് സംസാരിക്കണം. അപ്പം ശരി, നമുക്ക് നേരിട്ട് കാണാം. ഹലോ, വെക്കല്ലേ? അതെ, പെണ്ണ് കാണലൊക്കെ വേണോ? വേണല്ലോ. പിന്നെ ഈ അതേ അങ്ങനെ എന്നുള്ള വിളിയൊന്നും വേണ്ട. അഫ്സൽ അങ്ങനെ വിളിച്ചാൽ മതി. അല്ലെ തനിക്ക് എന്താണോ ഇഷ്ടം അത് വിളിച്ചോ. ഈ അതേ എന്നുള്ള വിളി ഒഴിച്ച് ബാക്കി എന്തും. അതെ, അപ്പം വെക്കട്ടെ, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ബൈ. പക്ഷേ ഇപ്പൊ ഫോണിൽ കൂടെ സംസാരിച്ചില്ലേ, പിന്നെന്തിനെ കാണാൻ വരുന്നത്? ഒരു പ്രാവശ്യം ഈ പെണ്ണ് കാണലും മുട്ടായെടുക്കലും എല്ലാ ചടങ്ങും കൂടിയും കഴിച്ചിട്ട് എന്തുണ്ടായത്? ലാസ്റ്റിക്ക് കണ്ണീര് മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ രണ്ടാമതൊരു പെണ്ണ് കാണലും മുട്ടായെടുക്കലും. അതാണ് മൂത്താപ്പനോട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്, കല്യാണത്തിൻ്റെ അന്ന് കണ്ടാൽ മതി എന്നുള്ളത്. ആദി, എന്താ അളിയൻ പറഞ്ഞത്? അളിയനോ? അതാദ്യ എൻ്റെ ഹസ്ബൻഡേ എൻ്റെ അളിയനല്ലേ. ഈ പറ എന്താ പറഞ്ഞേന്നുള്ളത്. എടി എന്ത് പറയാന്, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നിങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അത്ര തന്നെ. വേറൊന്നും സംസാരിച്ചിട്ടില്ല. ഈ കാര്യം പറയാനാണ് മൂത്താപ്പി ഇപ്പം ഉമ്മാക്ക് വിളിച്ചിരുന്നത്. ഞാനും കണ്ടിട്ടില്ല ചെക്കനെ, ഈയും കണ്ടിട്ടില്ല, ഇമ്മി ആരും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് കാണാലോ വന്നിട്ടുണ്ടെങ്കിൽ. കുറെ നേരമായി തിരുമ്പിയത് ഉണക്കാൻ പോയിട്ട്. ആദ്യേ ആദി, അത് വരണുമ്മ. ഇത് പറയാനാണ് ഇമ്മ ഇങ്ങനെ വിളിക്കണത്. ഈ വേഗം വായോ, അല്ലാന്നുണ്ടെങ്കിലേ ഉമ്മാനെ തൊള്ളയിൽ നല്ല കേൾക്കേണ്ടി വരും. ആരും ഉമ്മാനെ സഹായിക്കണിയാന്നുണ്ടെങ്കിൽ ഇന്ന് അടുക്കളയിൽ ഫുള്ള് യുദ്ധമാണ്. വേഗം വായോ.
ആ ഒന്നും കൊണ്ട് മേ വായോ, മൂത്തമ്മയും വിളിച്ചിന്ന് വായോ, ഒരു കാര്യം പറയാണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കിന്നാരം പറയണ്ട, ഏട്ടത്തി അഞ്ചത്തിയും കൂടി ഇങ്ങോട്ട് വരാൻ നോക്ക് രണ്ടും കൂടി. അമ്മ അതാ വരണ്, ഇപ്പൊ വരാ. ഇതിപ്പോ ഒന്നും വേണ്ടാന്ന് പറയാനും പറ്റാത്തൊരു സാഹചര്യം ആയല്ല. എന്താ പിന്നെ ആ വേറെന്നോട് ചോദിച്ച് കാണാം എന്താ കാട്ട്. 1 മണിക്കൂറായി തിരുമ്പിയതും തോരടാൻ പോയിട്ട്. ഐറ്റങ്ങൾ ഇപ്പൊ വരുന്നാണ് മൂത്തമ്മ വിളിച്ചപ്പോ പറഞ്ഞത്. ഇതാണെങ്കി ഇന്നലെ വിളിച്ച് പറഞ്ഞുകൂടത്. പെണ്ണാണേലും മുട്ടയടക്കലും ഒന്നും ഇല്ല നല്ലത്. പെട്ടെന്ന് വെച്ചാൽ ചെക്കന് കാണണമെന്ന് പറഞ്ഞാല് ഈശ് എന്താ പൈറ്റങ്ങൾക്ക് കൊടുക്കുക വരുമ്പോൾ. ആരൊക്കെ വരണേന്ന് ആര് കണ്ട്. ഇമ്മ നിങ്ങൾ ആര് വരുന്ന കാര്യമാണ് ഈ പറയണത്? അയ്യടി ഒന്നും അറിയാത്ത പോലെ ഉമ്മാനോട് ചോദിക്കണ കണ്ട. നല്ല വളവത്തിയാണ്. ഇമ്മാന്റെ കുട്ടീനെ പെണ്ണ് കാണാൻ വരികയാണേ. ആ ചെക്കനക്ക് ഉമ്മാന്റെ കുട്ടീനെ കാണാലാ. ചിലപ്പോ അവന്റെ ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞത്. ആകെ ഒരു പെങ്ങളെങ്ങനെ ഉള്ളു തോന്നുന്നു. ഒന്നിനും കെട്ടിച്ചിന്നോ അങ്ങനെ എന്തോ പറഞ്ഞു മൂത്തമ്മ. എന്തായാലും വരികയെന്നുണ്ടെങ്കിൽ ഞമ്മക്കും കാണാലോ. ഇക്കും തന്നെ കാണാന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫോട്ടത്തിലല്ലേ നമ്മളിങ്ങനെ കണ്ടത്, നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. എന്തായാലും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ മൂത്താപ്പിയും വിളിച്ചിന്ന് എന്നോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട്. മൂത്തമ്മ അവിടുന്ന് ബസ് കയറിക്കണെന്ന് എന്നിങ്ങോട്ട് വരാന്. ഇമ്മാടി പോയിട്ടേ നല്ലൊരു കൂട്ട് ഡ്രസ്സ് എടുത്തിടാൻ നോക്ക് ചെല്ല്. ആ അവനോടെ ഇന്നൊന്ന് വന്ന് സഹായിക്കാൻ പറയും. ഒരു പണി ഒരുങ്ങിയിട്ടില്ല. ഒരു വസ്തു ആ പെൺകുട്ടി എന്നെ സഹായിച്ചു തരുമില്ലേന്. കൊട്ടത്താളത്തിലാണ് പാത്രം നിറഞ്ഞു നടക്കുന്നത്. അവളോട് ഒന്ന് വന്ന് പാത്രം മോറി തരാൻ പറയും. അല്ലെ ആകും കൊലാന്ന് അടിച്ചൊരു ഐറ്റങ്ങൾ വരുമ്പോൾ തുടച്ചിടാൻ പറയും. നേരെ 10-11 മണിയായി. 2 പെൺകുട്ടികളുടെ പെരയാണല്ലേ ഇത്. ചെല്ല് മടി ചെല്ല്. നല്ലൊരു കൂട്ടി ഡ്രസ്സ് എടുത്തിട്. ആ അവ അവ ആ ഈ ഇമ്മന്നെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല. ഇന്ന് ക്ലാസ് ആണെങ്കിൽ ഇല്ലേ, ക്ലാസ്സിന് പോയാൽ മതി. ക്ലാസ്സില്ലാതെ ഞാൻ എടുക്കാവാനാ. ഞാൻ ഇപ്പൊ എന്ത് മന്തപ്പാ പറഞ്ഞത്. ആ വരണുമ്മ. അല്ല ആദ്യം എന്ത് ചേച്ചിനോട് പറഞ്ഞിരുന്നോ? ആദ്യനോട് ചോദിച്ചോ അവിടെ എന്ത് ചേച്ചിനോട് പറഞ്ഞിരുന്നോന്നുള്ളത്. ചേച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഞാൻ എങ്ങനെ ഇപ്പം അതാണെങ്കിൽ എന്നോട് ഫോൺ വിളിച്ച് വർത്താനം പറയുമ്പോൾ ഇന്നെ ഏതോ കൊല്ലം അറിയണ മാറ്റ വർത്താനാണ്. ഒരു പരിചയക്കുറവോ അങ്ങനൊന്നും കാണിക്കണില്ല. ഒരു പെണ്ണ് കാണലൊക്കെ വാണപ്പത്. ആദിത്ത അനക്ക് ധൈര്യത്തിനെ ഇന്ദു ചേച്ചിനെ വിളിച്ചോ. ചേച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറ. ഇക്കൊരു ധൈര്യക്കുറവും ഇല്ല. ഞാനെന്താ ചെറിയ കുട്ടിയാണ്, പെണ്ണ് കാണാൻ വരികയല്ലേ. പെണ്ണ് കണ്ട് വന്ന് പോയിക്കോട്ടെ. അതിനിപ്പോൾ എന്തിനാ ധൈര്യക്കുറവൊക്കെ കാട്ടിയിട്ട് കാര്യം. ഞാൻ ചേച്ചിനൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അത്ര ധൈര്യക്കുറവുള്ള ആളൊന്നല്ല. ഇതിന് അത്ര ചെറിയ കുട്ടിയാക്കൊന്നും വേണ്ട. ഓ ഇന്നാലൊന്ന് ഇന്ദുവിനെ വിളിച്ചു നോക്കല്ലേ. ഇക്ക് പേടിയൊന്നും ഇല്ല. പക്ഷെ അവൾക്കും കൂടി കാണാല. അവളും കൂടി ഒന്ന് കണ്ടോട്ടെ. അപ്പൊ അവള് കാണാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചു നോക്കല്ലേ നമുക്ക്. എന്റെ പൊന്നു ആദി, എനിക്ക് പേടിച്ചിട്ടല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിക്കണ്. എന്നാലും ഇന്ദു ചേച്ചിനെ വിളിച്ചോ. ചേച്ചിനോട് വരാൻ പറയും. പേടിയൊന്നും ഇല്ലല്ലോ. പോയാ വിളിച്ചോക്കട്ടെ. ഇവളെന്താ ഫോൺ എടുക്കാത്ത? ഈ മാക്രി ഇവിടെ പോയി കിടക്കാണ്. ആ ഹലോ ഇന്ദു. എടി ഞാൻ എത്ര നേരമായി വിളിക്കണേ. നീ എന്താ ഫോൺ എടുക്കാൻ വഴുകി? ആടി നിർത്തി. പിന്നെ ഇന്ദു അനക്കുന്നേ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒന്നും ഇവിടെ വരെ വരുമോ? എടി ഞാൻ എന്നോട് പറഞ്ഞിരുന്നില്ലേ അവൻ്റെ കല്യാണം നടക്കണം എന്നുണ്ടെങ്കിൽ ആ കാര്യം സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ
കല്യാണത്തിന് സമ്മതിക്കണം എന്നുള്ളത്. ഞാനാണെങ്കിൽ കല്യാണത്തിന് സമ്മതിച്ച് മൂത്താപ്പാനോട് ഞാൻ പറഞ്ഞിരുന്നു പെണ്ണ് കാണലും മുട്ട എടുക്കലൊന്നും വേണ്ട എന്നുള്ളത്. ഇന്നിപ്പോൾ വിളിച്ചിരുന്നു അയാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ തന്നെ മൂത്താപ്പാനോട് പറഞ്ഞത് ഫോണിൽ കൂടെ സംസാരിച്ചോളാന്നുള്ളത്. ഇപ്പം എന്നോട് വിളിച്ചിട്ട് പറയാണ് പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അവനക്ക് കാണണം എന്നുള്ളത്. ഇക്കാന്നുണ്ടെങ്കിൽ കയ്യും കാലൊക്കെ വരച്ചിട്ട് വയ്യടി. ആ ഇന്ദു ഇന്ന് വിളിച്ചിരുന്നു. ആളെ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇന്നവിടെ മുന്നേ ഇവിടുന്ന് വെച്ച് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നല്ല നീറ്റായ സംസാരമൊക്കെ തന്നെയാണ്. അല്ലെങ്കിലും തുടക്കത്തിൽ എല്ലാവരും ആദ്യം സംസാരം നീറ്റ് തന്നെ ആവില്ല. അതൊക്കെ വിട്. ഈ ഒന്ന് വരുമോ? എടി എന്താ ഈ പറഞ്ഞത്? ഇന്ന കമ്പ്യൂട്ടർ ക്ലാസ്സിന് എൻ്റെ അവിടെ നിന്നാവും ദിവസം കാണുന്നുണ്ടാവുക എന്നുള്ളതേ. അതെങ്ങനെ എനക്കറിയാം? ആ ഓക്കെ, എന്നാ വേഗം വായോ. അവള് വന്നൊരു ധൈര്യമാണ്. ഞാൻ കരുതി ഇന്നത്തോടെ എല്ലാം പൊളിഞ്ഞെന്നു. ഏതായാലും അവനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, പറഞ്ഞോളൂ ബ്രോക്കർ ഇന്ദു മേഡം. എടാ നീ എന്നെ ബ്രോക്കറാക്കിയല്ലേ? നീ ആദ്യം പെണ്ണ് കാണാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ആദ്യം. ആ ഉണ്ട്. പിന്നെ എനിക്ക് കാണണ്ടേ എൻ്റെ പെണ്ണിനെ? ഞാൻ രാവിലെ വിളിച്ചിരുന്നു. പറഞ്ഞു എന്നോട്, എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഞാനാണ് അവളുടെ മൂത്തപ്പാൻ്റെ നമ്പർ തന്നതെന്ന് പറയല്ലേടാ അഫ്സലെ? ഏയ് ഇല്ല, കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞോളാം. പറഞ്ഞോ, കുഴപ്പമില്ല. ആ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീ എന്നെ അറിയുന്ന ഭാവമൊന്നും കാണിച്ചേക്കല്ലടാ. ഇല്ല ടീച്ചറേ. ആ ഓക്കെ. അഫ്സലെ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം കേട്ടോ. ഓ ഉത്തരവ് ബ്രോക്കറെ, നോക്കിക്കോളാം കേട്ടോ. പിന്നെ എൻ്റെ 10 കുട്ടികളെ ഉമ്മ ആയിക്കോളാം എൻ്റെ ഫ്രണ്ടിനെ. ഓക്കേടാ, എന്നാ ആദ്യൻ്റെ അടുത്തൊന്ന് കാണാം. ശരി. ഈ പൊട്ടനെല്ലാം കൊളമാക്കോ ആവോ.